ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ചിയാൻ വിക്രത്തിന്റെ ധീര വീര ശൂരൻ എന്ന് പറയുന്ന സിനിമ കണ്ടു. സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിനിമാ കമ്പനിയായ HR പിക്ചേഴ്സിന്റെ ബാനറിൽ പ്രിയ ഷിബു ആണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. US അരുൺകുമാറാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമ ഞാൻ കാണാൻ പോകാൻ കാരണം ഇതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചിയാൻ വിക്രം നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ സിനിമയല്ല, ഇതൊരു ചെറിയ സിനിമയാണ്, എല്ലാവരും കാണണം എന്നല്ല. വിക്രമിനെ പോലെ ഒരാള് ഈ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചെറിയ സിനിമയിൽ എന്തായാലും ഒരു വലിയ സിനിമയായിരിക്കുന്നു. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹം അതൊരു ചെറിയ സിനിമ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് ഒരൊറ്റ ദിവസം രാത്രി സംഭവിക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് സിനിമ മുഴുവനും നമ്മൾ കാണുന്ന ഇതെല്ലാം. അതായത് ഒരു ഡാർക്ക് സ്ക്രീനാണ് കംപ്ലീറ്റ്. അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്കൊരു പകല് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് പറയാനുള്ള ഒരു മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു സിനിമയ്ക്ക് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അവരവരുടെ ഭാഗങ്ങൾ അതിമനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയാ എല്ലാതും, ഫൈറ്റ് ആണെങ്കിലും ഒരു തമിഴ് പടത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഭീകരത ഫൈറ്റുകളൊന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെയിനായിട്ട് വിക്രത്തിന്റെ പ്രസന്റേഷൻ തന്നെയാണ്. ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു വൈബ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ലക്ഷ്യം. ഫൈറ്റ് എന്ന് പറയുന്നത് ഗംഭീര ഫൈറ്റ് ഒന്നല്ല, പക്ഷെ ഫൈറ്റുകളൊക്കെ അതിമനോഹരമാണ് കാണാൻ നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിഭീകരമാണ്, ഒരു രക്ഷയില്ല. ഇതിന്റെ BGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡില്, നമുക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര മനോഹരമായിട്ടുള്ള BGM. ഒരു എന്താ പറയാ അതിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മേക്കിംഗ്. എല്ലാം കൊണ്ടും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് 100% ഗംഭീര സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇതിൽ വിക്രമത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചവരും പിന്നെ അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കഥാപാത്രം ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്. സുരാജ് അതിമനോഹരമായിട്ട് തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. മാല പാർവതി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശ്രീജ എന്ന് പറഞ്ഞിട്ടുള്ളവരും, അവരൊക്കെ ഇതിനകത്ത് മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചവരെല്ലാവരും തന്നെ അവരവരുടെ കഥാപാത്രങ്ങൾ മികവുറ്റതാക്കിയിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ്. കാരണം തമിഴ് സിനിമയിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയാ കോമഡികളോ അങ്ങനെ ഒന്നും തന്നെ സിനിമയ്ക്കകത്ത് ഇല്ല. പിന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോട് അടുക്കുമ്പോഴാണ് ചിയാൻ വിക്രം ഈ ഒരു സിനിമയ്ക്ക് എൻട്രി ചെയ്യുന്നത്. കാളി എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു സിനിമ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ പൂർണ്ണ തൃപ്തിയോടെ കണ്ടിറങ്ങാൻ പറ്റാവുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല തിയേറ്ററിന്റെ ആ ഒരു തിയേറ്റർ അനുഭവം ഈ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് അതിഗംഭീര സ്ക്രിപ്റ്റ്, അളന്ന് മുറിച്ച് എന്ന് പറയുന്ന പോലത്തെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ സിനിമ അതിഗംഭീരമായി തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു ഫെസ്റ്റിവൽ മൂഡിലാണെങ്കിലും നമുക്ക് നന്നായിട്ട് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു തൃപ്തിയോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു തമിഴ് സിനിമയായിട്ട് എനിക്ക് ഈ ധീര വീര ശൂരൻ എന്ന് പറയുന്ന ചിയാൻ വിക്രത്തിന്റെ സിനിമ അതിമനോഹരമായിട്ട് തോന്നി. സാർ നിങ്ങൾ എങ്ക പണി വെച്ചിരിക്കുന്നത് അതിഗംഭീരമായ ഒരു സിനിമയാണ് ധീര വീര ശൂരൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും സിനിമകൾ കാണാൻ പറ്റട്ടെ. ഇനി വെക്കേഷനാണ് വരുന്നത്, അപ്പൊ എല്ലാവർക്കും ഇനി സിനിമകൾ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.